നമസ്കാരം. എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ വ്യാഴൻ്റെ മാറ്റത്തെ പറ്റിയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഞാൻ ഈ മാസം നമുക്കിപ്പോൾ ജൂൺ മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ഈ മാസം ഇന്നിപ്പോൾ 4:30 നമ്മുടെ ചൊവ്വാഗ്രഹം നമുക്ക് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് പകരുന്നൊരു ദിവസവും കൂടിയാണെന്ന്. അപ്പോൾ പകർന്നു കഴിഞ്ഞാൽ 1.5 മാസം അവിടെ നിൽക്കും. ജൂലൈ 15 തീയതിയോളം അവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അതിനെപ്പറ്റി മറ്റ് ഗ്രഹങ്ങളെ കൂടെ കോർത്തിണക്കിക്കൊണ്ട് നമുക്കൊരു ഈ മാസത്തെ അടുത്ത മാസത്തേക്കൊരു ഫലം എങ്ങനെ ഇരിക്കും നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നത് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ വ്യാഴൻ്റെ ഫലവും കൂടി നമുക്ക് ചില കാര്യങ്ങളിൽ അല്പം അതിനകത്ത് ഉൾക്കൊള്ളേണ്ടി വരും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചൊവ്വ ഇതിൻ്റെ ഫലം മേടൻ രാശി മുതലുള്ള കർക്കിടകൻ രാശി വരെ കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചിങ്ങൻ രാശിയുടെ ഫലമാണ്. മകവും പൂരവും ഉത്രത്തിൻ്റെ കാൽഭാഗവും വരുന്ന നക്ഷത്രങ്ങളാണ് ചിങ്ങൻ രാശിയിൽ. ഇപ്പോൾ കേട്ട് മിക്കവാറും ഉള്ളവർക്കൊക്കെ ഇത് ഏകദേശം കൂറുകളൊക്കെ അറിയാമെന്നിരുന്നെങ്കിലും ആ ഉത്രത്തിൻ്റെത് ഇപ്പോൾ മകവും പൂരവും ആ രാശിക്കുള്ളതാണെന്നറിയാം. ഫുൾ നക്ഷത്രങ്ങളാണ്. പക്ഷേ കാലനക്ഷത്രമായ ഉത്തരം നമുക്ക് ചിലപ്പോൾ നമ്മൾ നോക്കിയെടുത്ത് ജാതകമോ പരിശോധിച്ച് കേൾക്കണം. അപ്പോൾ ഈ ചൊവ്വ 9ാമത്തെ രാശിയിലാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. ആ രാശിക്കാർക്ക് 10ൽ വ്യാഴമാണ്. ഈ 10ൽ വ്യാഴം ചാരവശാൽ വന്നിരിക്കുന്നത് അത്ര ശുഭമായിട്ട് പൊതുവെ പറയുന്നില്ല. ചിലരെ സംബന്ധിച്ചത് മധ്യമമായിട്ട് തന്നെ നമുക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ വ്യാഴ ബുധനും ശുക്രനുമൊക്കെ നമുക്ക് 11ൽ നിന്നും 12ലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഒരു വലിയ ദോഷമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ പറയുന്ന നമുക്ക് ചിങ്ങൻ രാശിക്കാർക്ക് സംബന്ധിച്ച് കണ്ടകശനി 7ൽ ശനി നിൽക്കുന്നുള്ള കാര്യവും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തൽക്കാലം നമുക്ക് എന്ത് കിട്ടും ഈ 1-2 മാസത്തേക്ക്, അല്ലെങ്കിൽ ഈ വരുന്ന ഓണത്തിന് മുമ്പുള്ള ചില അനുഭവങ്ങളൊക്കെ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത. അപ്പോൾ ഗ്രഹങ്ങളൊക്കെ കണ്ടകശനി ഒഴിവാക്കിയാൽ മറ്റ് ഗ്രഹങ്ങളൊന്നും വലിയ ദോഷങ്ങളില്ലാതെ പോകണമെന്ന് 9ൽ ഭാഗ്യസ്ഥാനത്താണ് ചൊവ്വ അവിടെ വന്നിരിക്കുന്നത്. ഭാഗ്യസ്ഥാനാധിപനായിരിക്കുന്ന ഗ്രഹം അവിടെ വന്നിരിക്കുന്നത് കൊണ്ട് ഭാഗ്യസ്ഥാനഗതേ ശുഭേ, അല്ലെങ്കിൽ ആ ഗ്രഹം വന്നിരിക്കുന്നത് ചൊവ്വ എന്നുള്ളത് കൊണ്ട് ആ ചൊവ്വ അവിടെ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ടും ഭാഗ്യത്തിന് ദോഷങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ചില ഭാഗ്യങ്ങളൊക്കെ പുതുതായിട്ട് വന്നു ചേരാനുള്ള യോഗവും സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കർമാധിപതിയായിരിക്കുന്നത് ശുക്രനാണ്. ആ ശുക്രൻ വന്നിട്ട് 11ലും 12ലുമായിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇടവൻ രാശിയിൽ നിന്നും ഉടനെ തന്നെ മിഥുനൻ രാശിയിലേക്ക് പകരും. ആ പകർന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ആഗമനം ആ രാശിയിലേക്ക് വരികയാണ്. അത് നല്ലതാണ്. ചിങ്ങൻ രാശിയിലേക്കൊക്കെ പകർന്നു വരുമ്പോഴത്തേക്ക് ആ ശുക്രനെ കൊണ്ട് ഭൗതികമായ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് വസ്ത്രാഭരണ ലഭ്യതകളും സൗകര്യങ്ങളുമൊക്കെ നമുക്ക് ബാഹ്യമായിട്ട് കുറച്ചൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. തൊഴിൽ മേന്മയും ആരോഗ്യവും മറ്റു വിഷയങ്ങളുമൊക്കെ കുറച്ച് നമുക്ക് ലഭിക്കുന്നുവെന്ന് തന്നെ പറയാം. കണ്ടകശനിയുടെ ഫലം എന്ന് പറയുമ്പോഴത് മിക്കവാറും ദാമ്പത്യ ജീവിതത്തിലെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചും ദാമ്പത്യ ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. വിശേഷിച്ചും ചിലവർക്ക് ഈ വൈവാഹിക ജീവിതം കുറച്ച് കഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ നേരത്തെ ഉള്ളതും കണ്ടകശനിയും കൂടെ വരുമ്പോൾ കൂടുവാനും ചിലപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിൽ കാലതാമസവും മറ്റൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വിദേശ ഗമനം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഭാവിയിലേക്ക് ഒരുപക്ഷെ യാത്ര ചെയ്താൽ വേണ്ടത്ര രീതിയിൽ പെട്ടെന്ന് തന്നെ അവിടെ ഒരു ക്ലിക്കായി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. എങ്കിലും അടുത്ത മാർച്ച് മാസം 27-ാം തീയതി വരെ ഈ ശനി അവിടെ ഉണ്ടെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും വിശേഷിച്ചും ഈ ശനി അവിടെ മൂലക്ഷേത്ര ബലം എന്നുള്ള ഒരു ഗുണം കൂടി അവിടെ ഉള്ളത് കൊണ്ട് കുറച്ച് സോഫ്റ്റായിട്ട് കുറേ കാര്യങ്ങളിലൂടെ പോകാണ്ട് സാധ്യതയും അതിനകത്തുണ്ട്. കഠിനമായി പോകില്ല എന്ന് സാരം. അപ്പോൾ വിദേശയാത്രയും തൊഴിൽ രംഗത്തുണ്ടാകുന്നവർക്ക് തൊഴിൽ രംഗം വളരെ മോശമല്ലാത്ത രീതിയിലും ചിലരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സ്ഥാനഭ്രംശത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യതയും ഉണ്ട്. സ്ഥാനഭ്രംശവും പുതിയ ജോലിയിലേക്ക് കയറാനും യോഗമുണ്ടെന്ന് തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ആരോഗ്യകരമായ കാര്യത്തിൽ ലഗ്നാധിപതിയായിരിക്കുന്ന ഗ്രഹം ലഗ്നഭാവത്തിലേക്ക് തന്നെ വരികയാണ്. സൂര്യൻ നമുക്കിപ്പോൾ ഈ ഇടവമാസത്തിൽ നിന്നും അടുത്ത് തന്നെ ഈ മിഥുനത്തിലേക്കും പിന്നെ മിഥുനം കഴിഞ്ഞ് ആ രാശി കൊള്ളാം കർക്കിടകൻ രാശിയിലും ചിങ്ങൻ രാശിയിലേക്കും വരുമ്പോഴത്തേക്കും ലഗ്നാധിപതിയായിരിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ആരോഗ്യകരമായ വിഷമങ്ങൾ ഉള്ളവരെ സംബന്ധിച്ച് അത് കുറച്ചുകൂടെ സുഖകരമായിട്ട് ആ പരിഹാരം ഉണ്ടായി മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സൂര്യൻ്റെ ആഗമനം അത് നല്ലതാണ്.
ആധ്യാത്മിക കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകാനും ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ തീർത്ഥാടനം മുതലായിരിക്കുന്ന കാര്യങ്ങൾക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. ഈ പുതിയ ബിസിനസ് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കാരണം ഈ സൂര്യൻ എന്ന് പറയുന്നത് 9ാം ഭാവത്തിൻ്റെ ഉച്ചാവകാശവും ലഗ്നരാശിയുടെ മൂലക്ഷേത്രാധിപത്യവും ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ആദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പിതാവിനെ സംബന്ധിച്ച് ചില ഗുണങ്ങൾ വരാനും പിതാവിന് നല്ലത് ചെയ്യാനുള്ള ആ സാഹചര്യങ്ങളും പിതാവിൽ നിന്ന് സാമ്പത്തികമായ സഹായങ്ങൾ ലഭ്യമാകാനുള്ള സാധ്യതയൊക്കെ ഈ സൂര്യൻ നമുക്ക് തരുമെന്ന് തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ സൂര്യൻ അച്ഛൻ, ദേവൻ, രാജാവ്, ദേവൻ്റെ അനുഗ്രഹങ്ങളും ഈശ്വരാനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വൈദ്യശാസ്ത്രം ചിലർക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വൈദ്യശാസ്ത്രത്തിലേക്ക് കയറുന്നതിനും വൈദ്യശാസ്ത്രത്തിലേക്ക് അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് ആയുർവേദം, വൈദ്യശാസ്ത്രം വരെ ഇതെല്ലാം വരുമല്ലോ, പാരാമെഡിക്കൽസ്, ഇതിലെല്ലാം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അങ്ങോട്ട് എന്തെങ്കിലും എൻട്രൻസ് എഴുതിയോ അല്ലെങ്കിൽ മെറിറ്റിലോ അതല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിലോ ഒക്കെ കയറുന്നതിനൊക്കെ സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രത്തിലെ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ചുകൂടെ എളുപ്പം. വിശേഷിച്ചും മെറിറ്റിൽ തന്നെ ചിലവർക്കെല്ലാം കയറി പറ്റാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും. അച്ഛനമ്മമാർ അതിനു വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തി വിജയിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. നക്ഷത്രത്തെ സംബന്ധിച്ച് പിതാവിന് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ നല്ലതായിരിക്കുമെന്ന് തന്നെ പറയാം. അപ്പോൾ പുതിയ രീതിയിലുണ്ടാകുന്ന ഒരു പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഈ രാശിക്കാർക്ക് ചില യോഗങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഗ്രഹം, കാരണം 4ാം ഭാവാധിപത്യം കൂടെ വഹിച്ച ചൊവ്വയാണ് വിശേഷിച്ചും ഈ പറയുന്ന മേടൻ രാശിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ വാഹനം, പുതിയ വീട് മുതലായിരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പഴയ വീട് പുതുക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളും പുനർനിർമ്മാണം ചെയ്ത് മുന്നോട്ട് ഒന്നുകൂടെ ഭംഗി ആക്കി കൊണ്ടുവരിക, ഇതിനൊക്കെ പറ്റിയ ഒരു സാഹചര്യമാണ്. സഹോദരങ്ങളെ സംബന്ധിച്ച് സഹോദരങ്ങൾ വിരോധമായിരിക്കുന്ന സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് അടുത്ത് വരാനും ബന്ധുക്കളുടെ ആഗമനങ്ങളും വിവാഹവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള യോഗമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പൊതുവേ ഞാൻ പറയുമ്പോൾ ഈ ഫലങ്ങളെല്ലാം നമുക്ക് ചിലർക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെട്ട് തന്നെ പോകാം. ചിലർക്ക് ഒത്തിരി താഴ്ന്ന അവസ്ഥയിലുള്ളവർക്ക് മുന്നോട്ട് കുറച്ചുകൂടെ കയറാനുള്ള സാധ്യതയും ഈ മാസങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഇതുകൊണ്ട് പറയാനുള്ളത്. പിന്നെ ആ മകനക്ഷത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മകനക്ഷത്രം ആദ്യത്തെ ജനനം വന്നിരിക്കുന്നത് നമുക്കറിയാമല്ലോ, ആ കേതു ദശയിലാണ് ആദ്യത്തെ ജനനം വരിക. 7 വർഷമാണ് കേതുവിൻ്റെ ദശ. അതിൽ ശിഷ്ടദശ കണ്ടെത്തിയാൽ അടുത്ത് വരാൻ പോകുന്ന പിന്നെ ശുക്രദശ 23, 24 ശുക്രദശ. അത് കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ ദശയും പോകുന്നു. അപ്പോൾ ആദ്യത്തെ ദശയാണെങ്കിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് മേടമാസം, മീനം, മേടം മാസങ്ങളിലൊക്കെ ജനിക്കുന്നവരെ സംബന്ധിച്ചും ചിങ്ങമാസം ജനിക്കുന്നവർ ചിങ്ങക്കൂറിൽ ഈ പറയുന്ന കണക്ക് ചിങ്ങക്കൂറിലും ഒക്കെ കർക്കിടകൂറിലൊക്കെ ജനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ആദിത്യൻ നമുക്ക് കുറച്ചുകൂടെ നല്ല ഫലങ്ങൾ അത് ജാതകത്തിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ആ മാസങ്ങൾ അറിയാം, പക്ഷേ നമുക്ക് ഏത് രാശി എന്നൊക്കെ ഉള്ളത് അതിൽ നോക്കുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളിൽ മുന്നോട്ട് കൂടുതൽ അറിയുന്നതാണ് നമുക്ക് നല്ലത്. ആയിക്കോട്ടെ, ആ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം തന്നെ നമുക്കിപ്പോൾ മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ആ വ്യാഴമെന്ന് പറയുന്നത് ഇടവൻ രാശിയിൽ വരുമ്പോൾ ഇടവൻ രാശിയിൽ വ്യാഴാഷ്ടവർഗം ഇടുമ്പോൾ ആ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്ന രാശിയിൽ 5 മുതൽ 8 വരെയുള്ള അക്ഷങ്ങളുടെ ബലമുള്ളവർക്ക് മാത്രമായിരിക്കും കൂടുതലും ദോഷമായാലും പിന്നെ അത് കുറഞ്ഞിരിക്കാനും ഗുണം വരുന്നവർക്ക് കുറച്ചുകൂടെ ഗുണം ലഭിക്കാനുള്ള സാധ്യത അപ്പോഴാണ്. ആ നല്ല ഫലങ്ങളെ പറഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 5 മുതൽ 8 വരെയുള്ള അക്കങ്ങൾ അത് ജ്യോതിഷത്തിൽ അതിന് ബിന്ദുവെന്നും പരലെന്നും അക്ഷമെന്നും ഒക്കെ അതിന് പേരുകളുണ്ട്. അപ്പോൾ അതിൽ പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ 10ാം ഭാവം എന്ന് പറയുന്നത് വ്യാഴം 10ലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പിന്നെ ചെറിയ ചെറിയ നാശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുകൂടെ പരിശോധിച്ചിട്ട് വേണം അതൊക്കെ ചിന്തിക്കാനുള്ളത്. ജാതകത്തിൽ വ്യാഴൻ്റെ അനുകൂല സ്ഥിതിയൊക്കെ നല്ലവണ്ണം ഉണ്ടെങ്കിൽ അത്ര കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നും അതിനകത്തില്ല. എന്തായാലും നല്ലത് വരട്ടെ എന്ന് നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് വ്യക്തിപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്നെ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യാം. പിന്നെ ഞാൻ തിരുവിതാംകൂർ ജ്യോതിഷ പരിഷത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ കുട്ടികളിപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കൂടുതൽ കുട്ടികൾ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷം നേരിട്ട് വന്ന് പഠിക്കാനോ താല്പര്യമുള്ളിടത്തോളം അങ്ങനെ നിങ്ങൾക്ക് വിളിക്കാം. താല്പര്യമുള്ളവർക്ക് അതിൽ പഠിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ട് പിന്നെ അതിൽ കൂടി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് താല്പര്യമുണ്ടെങ്കിൽ തിരുവിതാംകൂർ ജ്യോതിഷ പരിഷത്തുള്ള സർക്കാർ നമുക്ക് തന്നിട്ടുള്ള ലൈസൻസ് ഉള്ളവരാണ്. ലൈസൻസ് നമുക്കുണ്ട്.
അപ്പോൾ ആ ജ്യോതിഷ പരീക്ഷത്തിൽ തന്നെ ഇപ്പോൾ നമുക്ക് 32 അംഗങ്ങൾ നിലവിലുണ്ട്. മാസാമാസം അതിൻ്റെ ഓരോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ശരിക്ക് ജ്യോതിഷത്തിൽ കുറച്ച് പഠിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ, ഇക്കാര്യത്തിൽ നമുക്ക് നിങ്ങൾ ഏത് കാര്യവും പഠിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാനോ ഓൺലൈൻ വഴി കാര്യങ്ങൾ അറിയാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവർക്കും വിളിക്കാം. ഓക്കെ, നന്ദി, നമസ്കാരം.